എന്റെ ആഗ്രഹത്തിന് പലരും എതിരി നിന്നിട്ടുണ്ട്, പലവട്ടം. എല്ലാവരും അപ്പം തന്നെ ഏത് മനസ്സിലായില്ല, അങ്ങനെ ചെയ്തു. അതൊരു യാത്രയായി പോകുന്നുണ്ട്. അതിനാടി ആ ദേവികയോട് വരാൻ പറഞ്ഞു. എന്റെ ആഗ്രഹം സാധിച്ചിട്ട് പറഞ്ഞിവിടെ. അവള് സുധിയേട്ടൻ പോയില്ലേ, ആ ലോകത്തിലേക്ക് കെട്ടിക്കാം. എത്ര പേരെ ഞാൻ ഈ കൈ കൊണ്ട് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടിരിക്കുന്നു. എല്ലാമെങ്കിൽ എണ്ണിക്കൊതി. സുധി, ഗോപി, നടേശൻ, ശ്രാവൺ, പിന്നെ ദേവികയുടെ തന്തം. പിന്നെ ഉണ്ടടി ഒരുപാട്. ആ നിലയിലേക്കാ ഞാൻ ദേവിക സോറി എന്നെ പറഞ്ഞേക്കാൻ പോന്ന. പകരക്കരയായിട്ട് വന്നതല്ലേ, അനുഭവിച്ചു. അവൾക്ക് വെച്ചത് നിനക്ക്, എനിക്കിപ്പോ ആരായാലും മതി. ആഗ്രഹം കൊള്ളാടാ. ഇത് ഞാനും പ്രതീക്ഷിച്ചിരുന്നു, ഇങ്ങനൊരു ചതി. അതുകൊണ്ടാ ഏട്ടത്തിയോട് പോലും പറയാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അറിഞ്ഞിരുന്നെങ്കിലേ ഏട്ടത്തെയും കൂടി ഇങ്ങോട്ട് വന്നേനെ. അതെനിക്കറിയാം. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ടല്ലോ ആ കൂട്ടത്തിലെ. എന്റെ ഏട്ടത്തി പെടരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നത്. ചാവാൻ തയ്യാറായിട്ട് തന്നെ വന്നത്, പൊരുതി ചാവാൻ. അല്ലെങ്കിലേ എന്നെ കൊല്ലാൻ. നീ മരിക്കണം. എന്റെ ഏട്ടനെ കൊന്ന് നീ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. ദോഷത്തിന്റെ വിത്ത. അവിടെ നല്ലോക്കാണ് പ്രവേശനം. നീ പോകുന്നതേ നരകത്തിലോട്ടായിരിക്കും. ഇഷ്ടരായവർ മാത്രം പോകുന്ന കൂടെ നരകത്തിലോട്ട്.